ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായി കുക്കിംഗ് അറ്റ് മേ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്, ഒരു വാനില കേക്ക്. ഞാനിത് ചെയ്യുന്നത് സോസ് പാനിലാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് സ്റ്റവിൻ്റെ പുറത്ത് വെക്കുമ്പോഴത്തേക്കും ഈ സോസ് പാൻ്റെ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് വേണം ഇത് വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട്. പൊട്ട അടിയിലൊന്നും പിടിക്കാതെ കരിഞ്ഞ് പിടിക്കാതെയൊക്കെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പ് കുറേ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. സീബ്ര കേക്ക്, ഹണി കേക്കൊക്കെ ഒത്തിരി പേര് കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് തൈരിട്ട് കൊടുക്കണം. ഞാനിവിടെ അരക്കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ പഞ്ചസാരയും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സ്മെല്ലൊന്നും ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓയിൽ ചേർത്തതിന് ശേഷം വീണ്ടും വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഈ ബൗളിന്റെ പുറത്തേക്ക് ഇതുപോലുള്ള ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി പൊടിയിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരിച്ച് ഈ ബൗളിലേക്ക് ഇടണം. നമ്മളിങ്ങനെ അരിച്ച് ചേർക്കുമ്പോഴത്തേക്കും ആ പൊടിയിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കണം. പൊടി ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ കേക്കിന്റെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള സോസ് പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ സോസ് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സാധാരണ സോസ് പാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ തടവി കൊടുക്കുമ്പോഴത്തേക്കും സോസ് പാൻ്റെ താഴെ ഭാഗത്ത് മാത്രം മതി, സൈഡിലൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം സോസ് പാൻ ഒന്ന് പതുക്കെ താഴേക്ക് തട്ടി ടാപ്പ് ചെയ്ത് വെക്കണം. ഈ സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ദോശത്തവ ചൂടാക്കാൻ വെക്കണം. 5 തൊട്ട് 7 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണം. ഇപ്പോൾ തവ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൻ എടുത്ത് വെച്ച് കൊടുക്കാം. പാൻ മൂടി ഒരു 45-50 മിനിറ്റ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ചെയ്യണം. ഇപ്പോൾ പാൻ സ്റ്റവിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഒരു സ്ക്യൂറോ കത്തിയോ ഉപയോഗിച്ച് കേക്ക് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി സോസ് പാൻ ഒന്ന് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ഇപ്പോൾ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്, വളരെ ടേസ്റ്റിയുമാണിത്. നമുക്ക് കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണെന്ന്. ഇപ്പോൾ നമ്മുടെ എഗ്ലെസ് വാനില കേക്ക് റെഡിയായി കഴിഞ്ഞ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.